വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ 421, അതായത് തിങ്കളാഴ്ച ഇറങ്ങാൻ പോണ പടവലം സ്പെഷ്യൽ എപ്പിസോഡ് അല്ലെങ്കിൽ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, പടവലത്ത് വെച്ച് നടക്കുന്നത് പോലെയാണ് എപ്പിസോഡ് വരുന്നത് എന്ന്. പക്ഷേ പടവലം എന്ന് പറയുന്നില്ല, ലൊക്കേഷനൊക്കെ പടവലം ആ ഒരു തറവാട്ടിൻ്റെ തന്നെയാണ്. ചിലപ്പോൾ ഇനി ആ ഒരു ലൊക്കേഷനിൽ തന്നെ നെയ്യാറ്റിൻകര എന്ന രീതിക്ക് സ്റ്റോറിയിൽ കൊണ്ടുപോകാനും സാധ്യതകളുണ്ട്. കാരണം ഉപ്പുമുളകിൽ നമുക്കറിയാം ഈ രണ്ട് തറവാടും എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അതിൽ സീസൺ 1 നെയ്യാറ്റിൻകരയും പടവലവും സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിലും സീസൺ 2 ആരംഭിച്ച ശേഷം പടവലം മാത്രം ഒരു തറവാട് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സീസൺ 1 അതേ തറവാട് തന്നെയായിരുന്നു അത്. പക്ഷേ സീസൺ 2 ഇതുവരെ നെയ്യാറ്റിൻകര എന്ന രീതിക്ക് കാണിച്ചിട്ട് തന്നെ ഇല്ല. ഇപ്പോൾ തിങ്കളാഴ്ച വരുന്ന എപ്പിസോഡ് പടവലമാണോ നെയ്യാറ്റിൻകരയാണോ എന്നുള്ള ഡയലോഗിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കൺഫ്യൂസ് ആക്കുന്ന ചില സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ എപ്പിസോഡിൽ നെയ്യാറ്റിൻകരത്തെ ആർട്ടിസ്റ്റുകളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ ഒരു ഗസ് പ്രകാരം മാക്സിമം അത് പടവലം തന്നെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ, കാരണം ലൊക്കേഷൻ സെയിം ആയതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു അപ്ഡേറ്റും മാത്രമല്ല, ആ ഒരു എപ്പിസോഡിൽ പുതിയതായിട്ട് ആരൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോമോയിൽ ഒരു ചെറിയൊരു TV പ്രോമോ ഇറങ്ങിയിട്ടായിരുന്നു. ആ പ്രോമോയിൽ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത് ബാലുവിൻ്റെയും നീലുവിൻ്റെയും ആ ഒരു കെമിസ്ട്രി തന്നെയാണ്. ഇവർ രണ്ടുപേരും പാടത്ത് പണിയെടുക്കുന്നത് പോലത്തെയൊക്കെ, പറമ്പിലൊക്കെ പണിയെടുക്കുന്നത് പോലത്തെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോമോയിൽ മെയിനായിട്ട് ഇവർ രണ്ടുപേരും മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരു സീനിൽ മാത്രം ശങ്കരനെ കണ്ടു നമ്മൾ. ആ ഒരു എപ്പിസോഡിൽ ശങ്കരനൻ ഉണ്ട് എന്നുള്ളത് കൺഫേമായി. പിന്നെ ബാക്കി ആരൊക്കെയാണുള്ളത്, ആരൊക്കെയാണ് ഇല്ലാത്തത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ലിസ്റ്റ് നമ്മൾ പറയുന്നുണ്ട്. അതിൽ ആദ്യം ബാലുവും നീലും ശങ്കരനും ഇപ്പോൾ ഫിക്സ് ആയി കഴിഞ്ഞു. ഇനി അടുത്തതുള്ളത് ലച്ചുവും ശിവാനിയും ദിയും. ഇവർ 3 പേരും കൺഫേമാണ് ഈ ഒരു എപ്പിസോഡിലുണ്ട് എന്നുള്ളത്. കാരണം ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അപ്ഡേറ്റിൽ ഇവർ ലച്ചു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് പടവലത്തെ ആ ഒരു പുഴക്കടവിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ശിവാനിയും ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു തറവാട്ടിൽ വെച്ചിട്ട് ഒരു സെൽഫി പോലെ. പക്ഷേ ഈ രണ്ട് ഫോട്ടോയിലും അധികം ലൊക്കേഷൻ അവർ റിവീൽ ചെയ്തിരുന്നില്ല. പിന്നെ അതിന് ശേഷം രാത്രിയിൽ വെച്ച് വേറൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു കുളക്കടവിൽ ഇങ്ങനെ നടക്കുന്നത് പോലെ ദിയ അത് ഷൂട്ട് ചെയ്യുന്നത് പോലെയൊക്കെ ദിയാണ് അത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ കൺഫേമാണ് ഇവർ 3 പേരും ആ ഒരു എപ്പിസോഡിലും ഉണ്ട് എന്നുള്ളത്. പിന്നെ അടുത്തത് ഇതുവരെ ആരും റിവീൽ ചെയ്യാത്തത് ആരാണെന്ന് വെച്ചാൽ സുരേന്ദ്രൻ ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടാകുമെന്നുള്ളത് ഇപ്പോഴും ഒഫീഷ്യലായിട്ട് കൺഫേം ആയിരിക്കുകയാണ്. അത് സുരേന്ദ്രൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് ആ ഒരു ഫോട്ടോ. ദിയയും സുരേന്ദ്രനും ആ ഒരു പടവലത്തിൻ്റെ ആ ഒരു പറമ്പിൽ വെച്ചെടുത്തൊരു ഫോട്ടോ സുരേന്ദ്രൻ തന്നെ ഇപ്പോൾ തൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ പങ്കുവച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ സുരേന്ദ്രനും ഈ ഒരു എപ്പിസോഡിലുണ്ട് എന്നുള്ളത് കൺഫേമായി. കേശുവും ഉണ്ടാവാൻ ഹൈലി ചാൻസസ് ഉണ്ട്. കേശുവിൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോവോ ഒന്നും തന്നെ പ്രോമോയിലും തന്നെ നമ്മൾ കണ്ടില്ലെങ്കിലും കേശു ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടാകും എന്നുള്ളത് കൺഫേമാണ്. കാരണം നോർമൽ പാറമട എപ്പിസോഡിൽ തന്നെ കേശു അധികം ലീവ് എടുക്കാറില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു എപ്പിസോഡിൽ എന്തായാലും കേശു ഉണ്ടാകും എന്നുള്ളത് കൺഫേമാണ്. പിന്നെ പടവലമായതുകൊണ്ട് ഭവാനി അമ്മയും കുട്ടമ്പിള്ളയും ഉണ്ടാവാനും ഹൈലി ചാൻസസ് ഉണ്ട്. ഹൈലി ചാൻസസിലെ മാക്സിമം അവരുണ്ടാവും. പിന്നെ റാംകുമാറും ഹൈമോദിയുമാണ്. അതിൽ റാംകുമാർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതും ഒഫീഷ്യലി ഏകദേശം കൺഫേം ആയി കഴിഞ്ഞു. കാരണം ആ ഒരു ഷൂട്ട് നടക്കുന്ന സമയത്ത് റാംകുമാർ തൻ്റെ സ്വന്തം നാടായ പാലക്കാടായിരുന്നു എന്നുള്ളതിലും സ്റ്റോറിയിലൂടെ നമ്മൾ കണ്ടതാണ്. പിന്നെ ഹൈമോദിയുടെ കാര്യം അധികം റിവീൽ ചെയ്തിട്ടില്ല. ഹൈമോദി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം റിവീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ വരുന്ന എപ്പിസോഡുകളിൽ കഴിഞ്ഞ 420ാമത്തെ എപ്പിസോഡിൽ മാത്രമാണ് ഹൈമോദി റാംകുമാർ തിരിച്ചു വന്നത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഫുള്ള് ലീവായിരുന്നു. അപ്പോൾ ആ ഒരു എപ്പിസോഡിലും ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ്. ഏതായാലും ന്യൂ ഇയർ ദിവസത്തിൽ ഏകദേശം ഒരു ഫുൾ ഫാമിലി എപ്പിസോഡ് തന്നെയാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.